നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ, ഒരു ഡിഗ്രിക്കാരനാണോ എങ്കിൽ ഈ വീഡിയോ കേൾക്കണം. എന്തിനാണെന്നല്ലേ, നിങ്ങൾക്കൊരു സർക്കാർ ജോലി ആയാലോ, അതും നല്ല പ്രൗഡായിട്ടുള്ളൊരു ജോലി. ആര് ചോദിച്ചാലും എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ബാങ്കിൽ മാനേജറാണ്, ഞാൻ ബാങ്കിൽ ക്ലർക്കാ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു പഞ്ചില്ലേ. അപ്പോൾ അവരോ ഇവനാൾ മിടുക്കനാണ് അല്ലെങ്കിൽ ഇവളാൾ മിടുക്കിയാണല്ലോ എന്നവരുടെ മനസ്സിൽ തോന്നണം. അപ്പോൾ ഡിഗ്രിയുള്ള എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമാണ് ബാങ്ക് എക്സാംസ്. എന്തുകൊണ്ടാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഈ ബാങ്ക് എക്സാംസൊക്കെ ഒരുപാട് ആൾക്കാർ അറിയാണ്ട് പോകുന്നുണ്ട്. എന്നോട് പല സ്റ്റുഡൻസും ചോദിക്കും, സാർ എങ്ങനെയാണ് ഞങ്ങളിത് അറിയാം, നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ പണ്ടത്തെ പോലെ ആരും പേപ്പറൊന്നും വായിക്കുക, അത് തൊഴിൽ വീതി അങ്ങനത്തെ കാര്യങ്ങൾ, തൊഴിൽ വാർത്ത കാര്യങ്ങളൊന്നും ആർക്കും സമയമില്ല, ആരും വീട്ടിൽ വരുത്താറുമില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേഷൻസും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്ഡേഷൻസ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, വൈ ബാങ്ക് എക്സാംസ് ആർ ബെസ്റ്റ് ഫോർ ഗ്രാജുവേറ്റ്സ് എങ്ങനെയാ നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ബാങ്കിൽ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതിൽ എന്താണ് മെയിനായിട്ടുള്ളത്, ഈ മേലേക്ക് എടുക്കുന്ന ആളുണ്ടല്ലോ, എന്താണ് പ്രൊബേഷണറി ഓഫീസർ POയും അസിസ്റ്റൻറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന വേക്കൻസിയാണ്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. അത് ചില ഡിഗ്രിക്കാർക്ക് ഓരോ കാറ്റഗറി വൈസായിട്ട് ചില ക്വാളിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. എന്നിരുന്നാൽ കൂടി ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. കോമൺ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ 2 പോസ്റ്റുകളാണ് PO പോസ്റ്റും പ്രൊബേഷണറി ഓഫീസറും, അതേപോലെ ക്ലർക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റ്. ദെൻ ഏതൊക്കെ ബാങ്കാണ്, നമുക്ക് നാഷണലൈസ്ഡ് ആയിട്ട് കുറേ ബാങ്കുകളുണ്ട്. ഏതൊക്കെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, അതേപോലെ എന്താണ് നമ്മളുടെ ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഒരുപാട് ബാങ്കുകളുണ്ട്. അവർക്കെല്ലാം എക്സാം നടത്തുന്നത് നമ്മളുടെ PO പോസ്റ്റുകളിലേക്കും ക്ലർക്കൽ പോസ്റ്റുകളിലേക്കും എക്സാം നടത്തുന്നത് കോമൺ ആയിട്ട് പറയുന്നതാണ് IBPS എക്സാം. SBI നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI പ്രൊബേഷണറി ഓഫീസറും, അതിൽ ക്ലർക്കൽ പോസ്റ്റിനെ പറയുന്നത് ജൂനിയർ അസോസിയേറ്റ് എക്സാം എന്നാണ്. ഓക്കെ, അതുകൂടാതെ നമ്മളുടെ ബാങ്കുകളുടെ രാജാവ്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആരാ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള RBI ഗ്രേഡ് B ഓഫീസർ പോസ്റ്റിലേക്കും RBI അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള എക്സാം ഉണ്ട്. ക്ലിയർ? ദെൻ എന്താണ് നമ്മളുടെ നാട്ടിലുള്ള കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന റീജിയണൽ റൂറൽ ബാങ്ക്, RRB പ്രൊബേഷണറി ഓഫീസർ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള എക്സാം ഉണ്ട്. അതുകൂടാതെ ഒരുപാട് സ്പെഷ്യൽ എക്സാംസ് ഉണ്ട്. നബാർഡ് കേട്ടിട്ടുണ്ടാവും, സെബി, അങ്ങനെ ഒരുപാട് ബാങ്കുകളും, അതേപോലെ റെഗുലേറ്ററി ബോർഡ്, ഇൻഷുറൻസ് മേഖലയിലേക്കുള്ള എക്സാമുകൾ, പ്രൈവറ്റ് ബാങ്കുകളിലേക്കുള്ള എക്സാമുകൾ, ഇതെല്ലാം നടക്കുന്നത് ഒരു കൊല്ലം നടക്കും. പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാ കൊല്ലവും വേക്കൻസി ഉണ്ടാവും എന്ന് ചുരുക്കം. ഒറ്റ സിലബസ്, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം, ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി. ആലോചിച്ച് നോക്കി, ഒരൊറ്റ പഠനം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോസ്റ്റിലേക്കല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത്രയ്ക്കധികം വേക്കൻസിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, അത്രയ്ക്കധികം എക്സാംസ് മക്കളെ നിങ്ങൾക്ക് എഴുതാം. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് ജോലിയാണ് ഗ്രാജുവേറ്റിന് ഏറ്റവും ബെസ്റ്റ് എന്ന്. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ജോലി കിട്ടിയാലോ, കിട്ടുന്ന സാലറി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്യാവശ്യം എന്നല്ല നല്ല രീതിയിലുള്ള സാലറിയാണ്. അതുകൂടാതെ നമുക്കിപ്പോൾ സാലറി ഹൈക്ക് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. കൂടാതെ ഒരുപാട് അലവൻസുകളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലേക്കും സാലറി വ്യത്യാസമുണ്ട്. ഓക്കെ, സാലറി വൈസ് വ്യത്യാസമുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെട്രോൾ അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, അതേപോലെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ബാക്കി DA, TA അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഹൗസിംഗ് ലോൺ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും, വെഹിക്കിൾ ലോൺ, മെഡിക്കൽ ഇൻഷുറൻസുകൾ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സാലറി കിട്ടുന്നു, കൂടാതെ ഒരുപാട് അലവൻസുകൾ കിട്ടുന്നു, ഒരുപാട് വേക്കൻസിയിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരാണെങ്കിൽ ഒരു കൊല്ലം, അതായത് നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് എക്സാമുകൾ കഴിയും, ഇൻ്റർവ്യൂ വേണമെങ്കിൽ ഓഫീസർ പോസ്റ്റുകളിലേക്കാണെങ്കിലുള്ള ഇൻ്റർവ്യൂ കഴിയും, അത് കഴിഞ്ഞ് ലിസ്റ്റ് വരും, ട്രെയിനിങ് കഴിയും, നിങ്ങൾ ജോലിക്ക് കയറിയിട്ടുണ്ടാവും. പറഞ്ഞ കാര്യം മനസ്സിലായോ? കാലതാമസം വളരെ കുറവാണ്. എല്ലാ കൊല്ലവും വിളിക്കും.
ഇനി നമ്മളുടെ കഷ്ടകാലത്തിന് നമുക്ക് എന്താണ്, നമുക്ക് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതിന് ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും എക്സാം അടുത്ത കൊല്ലം വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ ഒരു കൊല്ലം നിങ്ങൾ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം വീണ്ടും ഈ വേക്കൻസീസ് റിപ്പീറ്റ് ചെയ്ത് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നല്ല വേക്കൻസികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഡിഗ്രിയുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. ബിടെക് ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഡിഗ്രി മാത്രം മതി. അതായത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി ആയിരിക്കണം. PO പോസ്റ്റുകളിലേക്ക് സാധാരണ നമുക്ക് മിനിമം എന്തായാലും ഡിഗ്രി പാസ്സാവണം. അതുകൊണ്ട് മിനിമം ഏജിന് പ്രാധാന്യം ഞാൻ അവിടെ 20 കൊടുത്തിട്ടുണ്ട്. എന്നാലും ഡിഗ്രി പാസ്സാവുന്ന പ്രായം 30 വയസ്സാണ് മാക്സിമം വരിക. നമുക്ക് SC ST OBC അതേപോലെ ഈ കാറ്റഗറി ഉണ്ട്, PWD കാറ്റഗറി, അവർക്കൊക്കെയുള്ള ഏജ് റിലാക്സേഷൻസും കൂടെ ലഭിക്കും. ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് സാധാരണ വരുന്നത് എത്രയാണ്? 28 വയസ്സാണ് മാക്സിമം. നമ്മൾ ഈ പറഞ്ഞ OBCക്കാർക്ക് 3 വർഷവും, SC ST കമ്മ്യൂണിറ്റിക്ക് 5 വർഷവും, PWD കാൻഡിഡേറ്റ്സിന് അവർക്ക് അലോ ചെയ്തിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളും ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട്, ഇപ്പം നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞ് നിങ്ങൾ വേറെ ജോലിക്കൊക്കെ പോയി നമ്മളൊരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 6,000 രൂപയ്ക്കൊക്കെ പണിയെടുത്ത് ഒരുപാട് ടൈമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ആ ഏജ് ഉണ്ട് എന്ന് മനസ്സിലായി. 27 വയസ്സുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ 28 വയസ്സ് വരെ ജനറൽ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലർക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏജ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമ്മൾ 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പഠിക്കാനുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മളുടെ മാത്സ് ന്യൂമറിക്കൽ എബിലിറ്റി വരും, റീസണിങ് എബിലിറ്റി ആൻഡ് എന്താണ് ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. അതേപോലെ നമ്മൾ എല്ലാ എക്സാംസിനും ചിലപ്പോൾ കമ്പ്യൂട്ടർ അവയർനെസ്, ചില എക്സാമുകൾക്ക് കമ്പ്യൂട്ടർ അവയർനെസ്സും ഉണ്ടാവും. ഇത്ര കാര്യങ്ങളെ നമുക്ക് സിലബസിലുള്ളൂ. ഇതെല്ലാം 10ാം ക്ലാസ് ബേസ് ആയിട്ടാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരു ഡിഗ്രിക്കാരനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ കോഴ്സുകളിലൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓഫറുകളെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കോഴ്സുകൾ ഹയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 7736122215 എന്നുള്ള നമ്പർ. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. ഇനി നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഒന്നും അറിയാത്തൊരു കുട്ടി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒന്നും അറിയില്ല, സാർ എനിക്കൊന്നും അറിയില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിലബസ് പഠിപ്പിച്ചു വിടും, A to Z കാര്യങ്ങൾ പഠിക്കും. ഇനി അവർക്ക് എവിടെയെങ്കിലും വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് ആ കാര്യം എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷനാണ്. ഏതിന്? phase 2 and 3 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷനാണ്, മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷനാണ്. അതിനൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ. അതുകൂടാതെ ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും അടക്കം നമ്മളുടെ എന്തിലുണ്ട്? ബാച്ചിൽ ഇൻക്ലൂഡ് ആണ്. ഞാൻ പറഞ്ഞു, നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവുന്നു. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളും മെറ്റീരിയൽസുമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ, അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയാനും കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ നമ്മളുടെ കൗൺസിലിംഗ് ടീമിനെ വിളിച്ചാൽ മതി. ജസ്റ്റ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അറിയാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ, അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മളുടെ ചാനലുകളിൽ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡിഗ്രിയൊക്കെ എടുത്ത് ചുമ്മാ ഒരു കൊല്ലം കഴിഞ്ഞ് ജോലിക്ക് പോകാമെന്നൊക്കെ കരുതിയിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്തിനാണ് മക്കളെ നിങ്ങൾ വെറുതെ സമയം പാഴാക്കുന്നത്? നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മളുടെ ബ്രെയിനൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുക. കുറച്ച് നാൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെൽസൊക്കെ എന്ത് ചെയ്യും? ഉറങ്ങാൻ തുടങ്ങും. പിന്നെ അവനെയൊക്കെ വീണ്ടും ഒന്ന് ഉഷാറാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ആൾക്കാർ നിങ്ങളെ ട്രോൾ ചെയ്യാൻ തുടങ്ങും, ചോദിച്ചു തുടങ്ങും, ജോലിയൊന്നും ആയില്ലേ, എന്താണ് വെറുതെ ഇരിക്കുന്നത്? ആ സമയമാകുമ്പോഴേക്കും ജോലിയൊക്കെ കിട്ടി അവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിൽക്കാം.
എനിക്ക് ജോലിയുണ്ട്, ചോദിക്കുമ്പോഴേക്കും ചോദിച്ചു, പ്രശ്നമില്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠനവും കാര്യങ്ങളൊക്കെ തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.